എബ്രായ ഭാഷയിൽ ബോഷേത്ത് എന്ന വാക്കിനാണ് ലജ്ജ അഥവാ ഷെയിം എന്ന് പറയുന്നത്. ഈ വാക്കിന് അപമാനം, നിന്ദ, നാണം തുടങ്ങിയ അർത്ഥങ്ങൾ ഈ ലജ്ജ എന്ന വാക്കിനുണ്ട്. ബോഷ് എന്ന എബ്രായ ധാതുവിന് ലജ്ജിക്കുക, ലജ്ജ തോന്നുക എന്നീ അർത്ഥങ്ങളുണ്ട്. പഴയ നിയമത്തിൽ ബോഷ് എന്ന വാക്ക് 129 തവണ പ്രയോഗിച്ചിട്ടുണ്ട്. ബോഷേത്ത് എന്ന നാമരൂപം 30 പ്രാവശ്യം കാണപ്പെടുന്നു. ലജ്ജ അല്ലെങ്കിൽ ലജ്ജാവസ്തു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ലജ്ജയെ കുറിക്കുന്ന പ്രധാന ഗ്രീക്ക് പദങ്ങൾ അറ്റീമിയ, ഐസ്കുനി എന്നിവയാണ്. ഐസ്കുനി എന്ന പദത്തെ നാണം, ലജ്ജ, അപമാനം എന്നിങ്ങനെയൊക്കെയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. നാണം എന്ന പദം ലൂക്കോസ് 14:9 യൂദ 13 ലജ്ജ എന്ന വാക്ക് 2 കൊരിന്ത്യർ 4:2, ഫിലിപ്പിയർ 3:19, വെളിപ്പാട് 3:18. അപമാനം എന്ന വാക്ക് എബ്രായർ 12:2 1 തിമോത്തിയോസ് 2:9 ലജ്ജാശീലത്തിന് കൊടുത്തിട്ടുള്ള ഗ്രീക്ക് വാക്ക് ഐഡോസ് എന്ന വാക്കാണ്. ഈ പദം മറ്റൊരിടത്തും പ്രയോഗിച്ചിട്ടുമില്ല. മഹനീയമായ ലക്ഷ്യത്തെ കാണിക്കുന്ന ഉദാത്തമായ പ്രയോഗമാണ് ഐഡോസ്. അപമാനകരമായ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നേർക്കുള്ള നൈസർഗികമായ മാനസിക വിദ്വേഷത്തെയാണ് അത് കാണിക്കുന്നത്. ലജ്ജ എന്ന പ്രയോഗത്തിൽ 2 പ്രധാന ആശയങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാവുന്നതാണ്: മാനസികാവസ്ഥയുടെ വിവരണവും ശാരീരികാവസ്ഥയുടെ വർണ്ണനയും. മാനസികാവസ്ഥയ്ക്ക് 3 പ്രധാന വിഭാഗങ്ങളുണ്ട്. 1. വ്യക്തി നിന്ദയ്ക്കും അപമാനത്തിനും അവഹേളനത്തിനും വിഷയമാവുക. 2. വ്യക്തിക്ക് സ്വയം അപമാനം അഥവാ ലജ്ജ തോന്നുക. അപ്രകാരം തോന്നുന്നതിന് നാണം, നാണിക്കുക എന്നീ പദങ്ങളാണ് പരിഭാഷയ്ക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. 3. അത്ഭുതാതരങ്ങൾ കൊണ്ട് ലജ്ജ അനുഭവപ്പെടുക. ഇത്തരത്തിലുള്ള ലജ്ജയുടെ വിവരണം ബൈബിളിൽ വിരളമാണ്. എസ്ര 9:6. പാപത്തിൻ്റെ ഫലമാണ് ലജ്ജ. യഥാസ്ഥാനപ്പെടുമ്പോൾ ലജ്ജ മാറ്റപ്പെടും. ലജ്ജ ദൈവത്തിൽ നിന്നുള്ള ശിക്ഷയാണ്. സങ്കീർത്തനം 44:7, 9, 16. ദൈവത്തിൻ്റെ ന്യായപ്രമാണം പ്രമാണിക്കാതിരിക്കുകയോ മറക്കുകയോ ചെയ്യുമ്പോൾ മഹത്വത്തിനു പകരം ലജ്ജ ഭവിക്കും. ഹോശിയ പ്രവചനം 4-ാം 6-7 വാക്യങ്ങൾ. ശത്രുക്കളെ ദൈവം ലജ്ജ ധരിപ്പിക്കുന്നു. സങ്കീർത്തനം 130:18. ഈശ്ബോശേത്ത്, മെഫിബോശേത്ത് എന്നീ പേരുകളിൽ ലജ്ജ എന്നർത്ഥമുള്ള ബോഷേത്ത് ബാലിനു പകരം ശാസ്ത്രിമാർ കൂട്ടിച്ചേർത്തതാണ്. 2 ശമൂവേൽ 2:8, 4:4. ഇവയൊക്കെ 1 ദിനവൃത്താന്തം 8-ാം അധ്യായം 33-34 വാക്യങ്ങളുമായി ഒത്തുനോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്.